എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളുടെ ടെൻറ്ററ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. ടെൻറ്ററ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓരോ അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയക്രമമാണ്. അത് കൃത്യമായിട്ട് ഏത് സമയമാണ്, അതുപോലെ ഏത് ദിവസമാണ് ജോയിൻ ചെയ്യേണ്ടത്, ഏത് ദിവസമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർക്കുലറിനെയാണ് ടെൻറ്ററ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ടെൻറ്ററ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നിങ്ങൾക്ക് വാക്കൻസി അനുസരിച്ച് പുതുതായിട്ട് വരുന്ന കോളേജിലേക്കും അതുപോലെ വാക്കൻസിയുള്ള നഴ്സിംഗ് കോളേജുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതും അതിനുശേഷം ഓപ്ഷൻസ് സേവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട്, അതായത് 18 മുതൽ ഈ 20-ാം തീയതി വരെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച് കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ സെപ്റ്റംബർ 23-ാം തീയതിയാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് ഈ ഒരു സെപ്റ്റംബർ 23 മുതൽ 25-ാം തീയതി വരെയാണ്. അതിനുശേഷം SC/ST വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാറ്റഗറി സീറ്റിൽ റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിലുള്ള വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് സെപ്റ്റംബർ 26-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷനും സെപ്റ്റംബർ 27-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയും അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പിന്നീട് ഈ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 28-ാം തീയതിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിലവിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോഴ്സ് ആണെങ്കിൽ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ആദ്യം ജോയിൻ ചെയ്യാതിരിക്കും, പിന്നീട് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.